നമഃ ശിവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭഗവത്ഗീതയിലെ ത്യാഗവും ഗുരുവിൻ്റെ ഉപദേശവും കേൾക്കാം. എന്താണ് ശരിയായ ത്യാഗം? ആധ്യാത്മികതയിൽ രുചിയുള്ളവർക്ക് പലപ്പോഴും ആശയക്കുഴപ്പമുള്ള ഒരു വിഷയമാണ് ത്യാഗം എന്നത്. നമ്മൾ പല രീതിയിൽ ത്യാഗത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ആധ്യാത്മിക ഉയർച്ചയ്ക്ക് ത്യാഗം അത്യന്താപേക്ഷിതമാണ്. ലളിതവും ത്യാഗപൂർണവുമായ ജീവിതചര്യയിലൂടെയാണ് മഹാത്മാക്കൾ ആത്മസാക്ഷാത്കാരം നേടിയത്. ത്യാഗത്താലാണ് അമൃതത്വം ലഭിക്കുന്നത് എന്നല്ല. ഇതെല്ലാം സത്യമാണ് താനും. എന്നാൽ ത്യാഗത്തെക്കുറിച്ച് വളരെ ഉപരിപ്ലവമായ കാഴ്ചപ്പാടാണ് നമുക്ക് പലർക്കും ഉള്ളത്. ത്യാഗമെന്ന് പറയുമ്പോൾ പ്രധാനമായും ബൗദ്ധികമായ ത്യാഗമല്ല ഉദ്ദേശിക്കുന്നത്. പൂർണ്ണമായും ഭൗതിക ത്യാഗം സാധ്യമല്ല, അത് ആവശ്യവുമില്ല. ത്യാഗം ആന്തരികമാണ്. എന്നാൽ അതിലേക്കെത്താൻ ബാഹ്യമായ ത്യാഗം അത്യന്താപേക്ഷിതമാണ് താനും. ഒരാൾ എല്ലാ ഭൗതിക വിഷയങ്ങളെയും അനുഭവിച്ചും കൊണ്ട് ഞാൻ ആന്തരികമായി അവയെല്ലാം ത്യജിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഗീതയുടെ ഭാഷയിൽ അയാൾ മിഥ്യാചാരനാണ്. കാരണം വിഷയങ്ങളോടുള്ള ആന്തരികമായ ആഭിമുഖ്യമാണല്ലോ അത് അനുഭവിക്കാൻ ആ വ്യക്തിയെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഉള്ളുകൊണ്ട് ത്യജിക്കലും ബാഹ്യമായി ഭുജിക്കലും അത് രണ്ടും ഒരുമിച്ച് സാധ്യമല്ല. അതേസമയം ത്യാഗത്തിൻ്റെ പേരിൽ ശരീരത്തെ പീഡിപ്പിക്കുന്നതും തീരാവ്യാധികൾക്ക് അടിമയാകുന്നത് തീർത്തും അശാസ്ത്രീയമായ നടപടിയാണ്. ധർമാചരണത്തിനും ത്യാഗം ശീലിക്കുന്നതിനുമൊക്കെ ആരോഗ്യമുള്ള ശരീരം ആവശ്യമാണ്. ആ ശരീരത്തിൻ്റെ നിലനിൽപ്പിനുള്ള കർമ്മങ്ങളൊന്നും ത്യാഗത്തിന് വിരുദ്ധവുമല്ല. അതുപോലെ തന്നെ 4 പേർ കാണുകെ ത്യാഗം പ്രദർശിപ്പിക്കുന്നത് ത്യാഗത്തിൻ്റെ മൂല്യം കളഞ്ഞു കുളിക്കും. ത്യാഗം എന്നത് വളരെ ഉന്നതമായ ഒരു ആദർശമാണ്. അത് വിവേകത്തിൻ്റെ പരിഭാഷയാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു, ഗീതയിലെ 18-ാം അധ്യായത്തിലെ 11-ാമത്തെ ശ്ലോകത്തിൽ, നഹി ദേഹഭൃതാ ശക്യം ത്യക്തും കർമാണ്യശേഷതഃ യസ്തും കർമ്മഫലത്യാഗി സ ത്യാഗീത്യവിധീയതേ. ശരിയായ ത്യാഗമെന്ന് പറയുന്നത് കർമ്മഫലത്യാഗമാണെന്ന് ഭഗവാൻ പറയുന്നു. ഇതിൻ്റെ വാച്യാർത്ഥം എടുത്താൽ അബദ്ധമായിരിക്കും. അതായത് ശരീരത്തോട് ഇരിക്കുന്നവർക്ക് കർമ്മം പൂർണ്ണമായും ഉപേക്ഷിക്കാൻ കഴിയില്ല. ആരാണോ കർമ്മഫലത്തെ ത്യജിക്കുന്നത് അവനാണ് ശരിയായ ത്യാഗി. കർമ്മഫലത്തെ ത്യജിക്കുന്നവനാണ് ശരിയായ ത്യാഗി എന്ന് നാം വാച്യാർത്ഥത്തിൽ എടുത്താൽ, വാഴ നട്ടു വളർത്തി അതിൽ കുലയാകുമ്പോൾ അത് വെറുതെ വെട്ടിക്കളയാനായി ആരും വാഴത്തൈ വയ്ക്കാറില്ലല്ലോ. കുല ഉപേക്ഷിക്കാൻ ഇവിടെ ഒരു ശാസ്ത്രവും പറഞ്ഞിട്ടില്ല താനും. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. കർമ്മഫലത്യാഗം എന്നത് തീർത്തും നമ്മുടെ ആന്തരിക ഭാവമാണ്. കർമ്മഫലം അനുഭവിക്കുന്നോ ഇല്ലയോ എന്നത് ഇവിടെ പ്രസക്തമല്ല. കർമ്മത്തിൻ്റെ ദൃഷ്ടമായ ഫലം ഒരുപക്ഷെ നമ്മൾ സ്വീകരിച്ചില്ലെന്നിരിക്കും. എന്നാൽ ഏതു കർമ്മം ചെയ്താലും അതിൻ്റെ പിന്നിൽ ഒരു കർത്തൃത്വം നമ്മൾ വെച്ചു കിട്ടും. ഞാൻ ഇന്നത് ചെയ്തു എന്ന അഭിമാനം ശക്തമായി നിലനിൽക്കും. ഇതുകൊണ്ടാണ് കർമ്മത്തിന് ഉദ്ദേശിച്ച ഫലം കിട്ടുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നതും മറിച്ചാകുമ്പോൾ ദുഃഖിക്കുന്നതും. ഭഗവാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ കർത്തൃത്വഭാവത്തെ കളയാനാണ്. ചിലർ ചോദിച്ചേക്കാം, ഇങ്ങനെ കേവലം കർത്തൃത്വം മാത്രം ഉപേക്ഷിച്ചാൽ അതെങ്ങനെ വലിയ ത്യാഗമാകും എന്ന്. യഥാർത്ഥത്തിൽ ഈ കർത്തൃത്വം ഉപേക്ഷിക്കാനാണ് പ്രയാസം. അന്നപാനാദികളും സുഖസൗകര്യങ്ങളും ഒക്കെ ഉപേക്ഷിക്കാൻ അത്ര പ്രയാസമില്ല. ആത്മഫലമുള്ള ഒരാൾക്ക് അത് സാധിക്കും. എന്നാൽ ഒരു കർമ്മം ചെയ്തിട്ട് ഞാൻ ഇത് ചെയ്തു എന്ന ഭാവം ത്യജിക്കാൻ പ്രയാസം തന്നെയാണ്. കർത്തൃത്വം ത്യജിക്കുക തന്നെയാണ് ഏറ്റവും വലിയ ത്യാഗം. സത്യത്തിൽ കർമ്മമല്ല ദുഃഖമുണ്ടാക്കുന്നത്. കർമ്മത്തിൽ സുഖവുമില്ല ദുഃഖവുമില്ല. ആ കർമ്മത്തോടുള്ള നമ്മുടെ മനോഭാവമാണ് നമുക്ക് സുഖവും ദുഃഖവും തരുന്നത്. ഒരു നിശ്ചിത കർമ്മം ചിലർ ആസ്വദിച്ച് ചെയ്യുന്നു, മറ്റു ചിലർ പഠിച്ചുകൊണ്ട് ചെയ്യുന്നു.
അതുപോലെ തന്നെ ചില കർമ്മങ്ങൾ ശരീരത്തിന് ക്ലേശമുണ്ടാക്കുമെന്ന് കരുതി നമ്മൾ അതിനെ ഉപേക്ഷിക്കും. പക്ഷേ അതിൻ്റെ പിന്നാലെ മനോഭാവം ശരിയായാൽ ആ ക്ലേശങ്ങളും നമ്മൾ ആസ്വദിക്കും. അമ്മ പറയാറുണ്ടല്ലോ, ഗർഭിണിയായ ഒരു സ്ത്രീ തനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ച് ഓർക്കുമ്പോൾ കുഞ്ഞിനോടുള്ള പ്രേമം കൊണ്ട് തൻ്റെ കഷ്ടപ്പാടുകൾ മറക്കുന്നു. ഓരോ നിമിഷവും ആസ്വദിച്ചുകൊണ്ട് മുന്നേറുന്നു. 9 മാസം തൻ്റെ കുട്ടിയെ വയറ്റിൽ ചുമക്കുന്നത് ആ അമ്മയ്ക്കൊരു ഭാരമല്ല, അതൊരു ജോലിയല്ല. ഫലാശക്തി ഇല്ലാതെ ഫലത്തിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് വേവലാതിപ്പെടാതെ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യുന്നത് തന്നെയാണ് സാത്വികമായ കർമ്മത്യാഗമായി ഭഗവാൻ ഉപദേശിക്കുന്നത്. ഇതാണ് ശരിയായ ത്യാഗം. ഭഗവാൻ പറഞ്ഞു, ശരീരത്തോടുകൂടി ഇരിക്കുന്ന ഒരു ജീവന് കർമ്മം ഉപേക്ഷിക്കുന്നത് അസാധ്യമാണ് എന്ന്. ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് കയ്യും കെട്ടിയിരിക്കുന്ന ഒരുവനിലും സത്യത്തിൽ കർമ്മം നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് നമുക്കെല്ലാം അറിയാവുന്നതാണ്. ശരീരത്തിൽ നടക്കുന്ന പചനക്രിയയും ശ്വാസോച്ഛ്വാസവും മറ്റു രാസപ്രവർത്തനങ്ങളും കർമ്മങ്ങളാണ്. എന്തിനു പറയുന്നു, മനസ്സിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ചിന്തകളുടെ പ്രവാഹവും സൂക്ഷ്മമായ കർമ്മം തന്നെയാണ്. ഈ കർമ്മങ്ങളൊന്നും ഒരിക്കലും ത്യജിക്കാൻ ഒരുവന് സാധിക്കില്ല. ശരീരം കൊണ്ട് ചെയ്തില്ലെങ്കിലും മനസ്സുകൊണ്ട് കർമ്മം ചെയ്യും. അതിനാൽ കർമ്മത്തെ പൂർണ്ണമായി ഉപേക്ഷിക്കാനുള്ള ശ്രമം തികച്ചും പാഴ്വേലയാണ്. ആ സാഹചര്യത്തിൽ നമ്മുടെ ശാരീരിക മാനസിക പ്രവർത്തനങ്ങളെ സമൂഹ നന്മയും ആധ്യാത്മിക ഉന്നതിയും മുൻനിർത്തി നന്നായി ആചരിക്കുകയാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്. അതാണ് വിവേകിയായ ഒരുവൻ ചെയ്യേണ്ടത്. ഭഗവാൻ ഉപദേശിക്കുന്ന രീതിയിലുള്ള കർമ്മത്യാഗത്തിൻ്റെ ഫലം ചിത്തശുദ്ധിയാണ്. മുക്തിയിലേക്ക് നമ്മെ നയിക്കുന്ന ഏറ്റവും വലിയ സമ്പത്താണത്. ഭഗവാൻ പറയുന്ന രീതിയിൽ കർമ്മങ്ങളെ വിവേകപൂർവം അനുഷ്ഠിച്ച് ആത്മലാഭത്തിന് നമുക്ക് തയ്യാറാവാം. ഹരി ഓം നമഃ ശിവായ.